തണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ നിർമ്മിക്കുന്ന മട്ടന്നൂർ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനോദ്ഘാടനം മട്ടന്നൂരിൽ നടന്നു. കെ ശൈലജ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 15 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത്. 2016 അധികാരത്തിൽ വന്നു. 2017 കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു പ്രത്യേക വകുപ്പ് നിലവിൽ വന്നു എന്നുള്ളതും സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ആ വകുപ്പിന്റെ കീഴിലാണ് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന് ഞങ്ങൾ കണ്ടത് ഈ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ സമാധാനപൂർണ്ണമായി താമസിക്കാൻ എല്ലാ ജില്ലകളിലും വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ വേണം എന്ന കാര്യമാണ്. ആ കൂട്ടത്തിലും മട്ടന്നൂര് റവന്യൂവിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വകുപ്പിന് കൈമാറുകയാണെങ്കിൽ അവിടെ ഒരു ഹോസ്റ്റൽ സ്ഥാപിക്കാം, അതിനും കിഫ്ബിയിൽ നിന്ന് പണം കിട്ടും, ഹൗസിംഗ് ബോർഡ് മുഖേന എന്ന് വന്നപ്പോൾ നമ്മളത് ആ റവന്യൂവിൻ്റെ സ്ഥലം വാങ്ങിയെടുത്തു. ഹൗസിംഗ് ബോർഡിന് ഈ പദ്ധതി അംഗീകരിച്ച് കിട്ടി. അങ്ങനെയാണ് 14 കോടി രൂപയുടെ കുറച്ച് അധികമുണ്ട് ആ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തത്. ഹൗസിംഗ് ബോർഡിൻ്റെ എഞ്ചിനീയർമാർ അതിന് നല്ല സഹകരണമാണ് നൽകിയിട്ടുള്ളത്. ആ ഹോസ്റ്റലിൻ്റെ നിർമ്മാണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു 5-8 മാസം കൊണ്ട് ഹോസ്പിറ്റലിൻ്റെ പണി തീരുന്ന സമയത്ത് തന്നെ ഈ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലിൻ്റെ പ്രവൃത്തിയും തീരും. നല്ല വലിയ കെട്ടിടമാണ്. നേരത്തെ ജിതിൻ വിവരിച്ചിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സ്ത്രീകൾക്ക് അതിനകത്തുണ്ട്. മട്ടന്നൂർ റവന്യൂ ടവറിനോടും നിർമ്മാണം നടക്കുന്ന സ്പെഷ്യാലിറ്റി ആശുപത്രിയോടും ചേർന്നാണ് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത്. 46 സെന്റ് സ്ഥലത്ത് 2546 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 14.44 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന 3 നില വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് മുഖേനയാണ് നിർമ്മാണം നടത്തുക. വനിതാ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും വർദ്ധിച്ചു വരുന്ന താമസ ആവശ്യങ്ങൾക്ക് ഇതിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 106 പേർക്ക് താമസിക്കാവുന്ന രീതിയിൽ 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. ലോവർ ഗ്രൗണ്ട് ഫ്ലോറിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുമുള്ള സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുമാണ്. അംഗപരിമിതിക്കാർക്കുള്ള മുറി ഉൾപ്പെടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡുകൾ ഉൾക്കൊള്ളുന്ന 6 കിടപ്പുമുറി, ഇൻഡോർ ഗെയിം, വാർഡനുള്ള റൂം, ഡേ കെയർ സെന്റർ, ഡൈനിങ് റൂം, ലോബി, ഓഫീസ് ഏരിയ, അടുക്കള, വർക്ക് ഏരിയ, സെക്യൂരിറ്റി ക്യാബിൻ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-ാം നിലയിൽ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടെ 10 എണ്ണത്തിൽ 30 കിടക്കകൾ എന്നീ സൗകര്യങ്ങളാണ് ഉണ്ടാവുക. 2-ാം നിലയിൽ 3 ബെഡ്റൂമുകൾ, 10 എണ്ണത്തിൽ 30 കിടക്കകൾ, 2 ഡോർമെറ്ററിയിൽ 14 കിടക്കകൾ എന്നിവയാണുള്ളത്. AC സൗകര്യമുള്ള മുറികൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.